guys looking so good. Thank you. ഇവൻ എന്തൊരു ആവശ്യമുണ്ടെന്ന് സീറ്റിൽ വരെ പോകണുണ്ട്. അപ്പോൾ ഞാൻ ഇവൻ്റെ കൂടെ പോവുകയാണ്. കുറേ നേരം നിൽക്കുന്നില്ല ഇങ്ങനെ, അപ്പോൾ കിട്ടത്തില്ല. രാവിലെ കോളേജ് പോയിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ. ഇന്ന് 12 മണി വരെ ഉണ്ടായിരുന്നു ക്ലാസ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളല്ല ഞാൻ 1 മണിക്ക് വീട്ടിലെത്തിയില്ല. ഫ്രഷൊക്കെ ആയിട്ട് പിന്നെ പുറത്തോട്ട് വന്നിരിക്കുക. നേരത്തെ പോലെ എനിക്ക് വീട്ടിലിരുന്ന് ബോറടിച്ച്. എൻ്റെ കൂട്ടുകാരൻ വരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അതുവരെ വന്നില്ല ഇതുവരെ. ഈ കഴിഞ്ഞ ആഴ്ച ഫുൾ മഴ ആയിരുന്നു. ഇന്ന് ചെറുതായിട്ട് വെയിലടിക്കുക. ഒരു 5 മിനിറ്റ് വെയിലടിക്കും, പിന്നെ വെയിലടിക്കാതിരിക്കും, പിന്നെ വെയിലടിക്കാതിരിക്കും. അങ്ങനെ ആയിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ കുറച്ച് നേരം ചൂടാൻ പിന്നെ തണുപ്പാവും. അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ. നാളെ ശനിയാഴ്ച അല്ലേ? നാളെ ശനിയാഴ്ച ഞായറാഴ്ച 2 ദിവസം അവധിയുണ്ട്. പിന്നെ ഇനി എനിക്ക് ഒരു പരീക്ഷ കൂടിയുണ്ട്. അത് അടുത്ത തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് മൺഡേനല്ലേ തിങ്കളാഴ്ച പറയണ? ഞായറാഴ്ച ബുധനാഴ്ച ആണെന്ന് തോന്നുന്നു. ട്യൂസ്ഡേ എക്സാം ഉണ്ട്. ട്യൂസ്ഡേയുടെ മലയാളത്തിൽ എന്താണെന്ന് അറിയാം? അറിഞ്ഞൂടാ, ഗൂഗിൾ ചെയ്യാം. എടേ നീ എവിടെയാ? കാണാനില്ല. ഗൾഫിൽ നിന്ന് എന്നാ കാണിച്ചില്ല? നാന്നോടാ. ബൈക്ക് ഇപ്പം എങ്ങനെയാടാ? ബൈക്ക് സർവീസ് ചെയ്താ? എടാ കഴിവിടാ പോയി. ഇതെന്തോന്നു ഒതുക്കി വെച്ചിരുന്ന? എവിടെ എന്തോന്ന് പറ്റി? അപ്പുറത്തെ സസ്പെൻഷൻ പോയി. ഇതാ? ഓ ഇതല്ലേ സ്പെയർ പാർട്ടൊക്കെ കിട്ടുമല്ലോ. നമുക്ക് ഞാൻ പേടിച്ചു ഇവിടെ വണ്ടി കുറച്ച്. നമുക്ക് പോവാം. ഞാൻ എവിടെ പോകണമെന്നായിരുന്നു? സിറ്റിയിലോട്ട്. ഇവൻ എന്തൊരു ആവശ്യമുണ്ടെന്ന് സീറ്റിൽ വരെ പോകണമെന്ന്. അപ്പോൾ ഞാൻ ഇവൻ്റെ കൂടെ പോവുകയാണ്. നിന്നെ കണ്ടിട്ട് തന്നെ വർഷങ്ങളായെന്ന് തോന്നുന്നു. വർഷങ്ങളായതുപോലെ. ഇപ്പം നമ്മൾ പോകുന്നത് വെള്ളയാടിയാണ്. വെള്ളയാടി കായൽ. സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ. പൃഥ്വിരാജ് എന്ന് പറയണ? പൃഥ്വിരാജ്. വേറെ പൃഥ്വിരാജ് എന്നല്ല പറയണ്ട. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പൃഥ്വിരാജ് എന്നാണ്. അത് മാറിപ്പോയി, പേര് മാറിപ്പോയി. സംഭവം വെച്ചാൽ ഇവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ സിനിമ കാണാൻ പോവാന്ന്. അപ്പം ഇവൻ പറഞ്ഞ് ആരൊക്കെ ഉണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞ് അമിത ഉണ്ട്, ദീപിക ഉണ്ട്, പ്രഭാസ് ഉണ്ടെന്ന്. പിന്നെ എനിക്ക് ഒരു ന്യൂസ് കേട്ടായിരുന്നു പൃഥ്വിരാജ് ഉണ്ടെന്ന്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ പേര് മാറിപ്പോയി, പൃഥ്വിതായിപ്പോയി. അവനെ മനസ്സിലായില്ല. അതാ ഇവൻ ചിരിക്കണേ ഇവിടെ ഇരുന്നു. ഏതെങ്കിലും അപ്പൂപ്പന്മാരെടുത്തോളം ചോദിക്കാം. ഈ വെള്ളയാണി കായലിലോട്ടോളം. വെള്ളയാണി കായലിൽ ഏത് ഭാഗത്ത് തിരിച്ചു പോയിട്ട് യാത്ര കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വെള്ളയാണി പോകാൻ ഇറങ്ങിയതാണ്. ഇതുവരെ എത്തിയിട്ടില്ല. വഴി ചോദിച്ചുകൊണ്ട് നടക്കാം നമ്മളിവിടെ ബൈക്കിൽ. എന്നോടാ വണ്ടി ഫുള്ള് ഇറങ്ങിയ ശരി എന്നാ. എടാ ഈ പയ്യെ കൊണ്ടുപോടാ. ഞാൻ ഫുൾ ഡ്രസ്സിലാവണ്ട. കണ്ട പോയത് കണ്ട? എന്നോടാ വെള്ളയാണിയോ? വെള്ളയാണി കായലെന്നൊക്കെ പറയണേ. എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ എത്താറായി വെള്ളയാണി കാലയാൽ എന്തോ പറയുന്നു. അങ്ങനെന്തോ ഉണ്ട് ഒരു പേര്. വെള്ളയാണി കായൽ. വെള്ളയാണി കായൽ സ്ഥലത്തെത്തിയാ പോരെ. അവസാനം ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ സ്ഥലത്തിൻ്റെ പേരാണ് പുഞ്ചക്കിരി. സ്ഥലം കൊള്ളാല്ലേ? ഇത് ഫുള്ള് ഇതാണോ? വയലാണോ? നെൽപ്പാടമൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതിനെയൊക്കെ മാറ്റിയിട്ട് വേറെ കായലിൽ കുറേ പായലൊക്കെ മാത്രമേ ഉള്ളൂ. ഇവിടെ പുഞ്ചക്കിരി. ഇവിടെ ഷാപ്പ് എല്ലാം ഉണ്ട്. കണ്ട ഷാപ്പ് വൈബാണ്. വഴി എവിടെ? അങ്ങോട്ടാ ചവിട്ടാൻ വരുന്ന വഴിയാണ്. ഇവിടെ കുറേ ആൾക്കാർ മീനൊക്കെ പിടിക്കാറുണ്ടോ? ഇവിടെ വലയിട്ടൊക്കെയാണല്ലോ. കുളിക്കാനൊക്കെ പറ്റും ഇവിടെ. ഇവിടെയൊക്കെ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ കുളിക്കേണ്ടി വരില്ല. എന്താ പൊങ്ങൂല, ബോഡി പൊങ്ങൂല. അങ്ങോട്ട് പോകാൻ പറ്റും. കുറേ
ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട് guys. നമ്മൾ അടുത്തൊരു വ്ളോഗിൽ നമ്മൾ ചൂണ്ട ഇടുന്ന പശുവിന്റെ മോളിരിക്കുന്ന കണ്ട പശു എന്നടാ അത് പിന്നെ ബഫേലോ ഇനി പോകില്ല. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. സ്ഥലത്ത് പേരെന്തായിരുന്നു? പുഞ്ചക്കരി. പുഞ്ചക്കരി വായൽ. പുഞ്ചക്കരി വായലൊന്നുമില്ല, വേറെ പുഞ്ചക്കരി. പുഞ്ചക്കരി. ആ അപ്പോൾ ഇങ്ങനെയാണ് സ്ഥലം. ചെട്ടല്ലേ ഇവിടെ കാണാൻ കൊള്ളാം. അങ്ങോട്ട് നോക്കിയാ പഞ്ചി ചെറിയൊരു ബോട്ട്. സൂം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മീൻ കിട്ടിയെന്നാ? കൊണ്ടല്ലേ ഇവിടെ ശരിക്കും മീൻ? ഞാൻ പിടിക്കാൻ വേണ്ടി. അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥലം. എന്ത്? പുഞ്ചഗിരി. പുഞ്ചഗിരി എന്ത് വെള്ളയാനിയാ? അത് വെള്ളയണ കഴിഞ്ഞിട്ടാണ് പുഞ്ചഗിരി. അപ്പൊ ഇത് പുഞ്ചഗിരിയാണ് സ്ഥലം. ഇവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു വഞ്ചി കണ്ടോ? പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. അയ്യോടാ കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുമോ? ഫോണിലായോണ്ട് ചെറിയ ഡിസ്ക്രീനായോണ്ട്. ഇവിടെ ചേട്ടൻ കുറേ നേരമായിട്ട് ചൂണ്ടയൊക്കെ ഇടാണ്, പക്ഷെ ഇതുവരെ മീനൊന്നും കിട്ടിയില്ല. ഉടക്കിയതല്ലേ, അത് മനസ്സിലാവില്ല അങ്ങനെയൊക്കെ. ഞാനും ചൂണ്ടയിടാനൊക്കെ പോകണേ. വണ്ടി കയറി പോവാം. അങ്ങോട്ട് പോകും. മീനാണ്? അല്ലല്ല, അതാ കുറേ നേരം നിൽക്കുന്നില്ലേ ഇങ്ങനെ, അപ്പോൾ കിട്ടത്തില്ല. അത്യാവശ്യം നിന്നേറ്റ് പിടിക്കുന്നവർക്ക് ദൂരം ആ സൈഡിലോട്ടാണുള്ളത്. ഞാനും ബിഗിനറാണ് ഇട്ട് നോക്കുന്നത്. ഇവിടുന്ന് തുടങ്ങാല്ലേ? എടേ പാമ്പ് തല കോണ്ടന്റ് കിട്ടി. പോടെ പാമ്പല്ലേ? മീനല്ലായിരിക്കും. ഇതിൽ വരുമോ? അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പോകാനൊന്നും പ്ലാനില്ല. കാര്യം കുറച്ച് സമയം നമ്മളിവിടെ വന്നിരുന്നിട്ടൊക്കെ പോകത്തുള്ളൂ. കണ്ടാ താറാവ് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. വൈബല്ലേ വെള്ളത്തിൽ താറാവ് കിടന്ന് കളിക്കുന്നതല്ല. ഇത് മിനി കുട്ടനാട് അങ്ങനെ വേണമെങ്കിലും പറയാം. ഇവിടെ നിർത്തണം ചായ കുടിക്കാൻ. ഞാൻ കുടിക്കും. വേണ്ടേ? നിർത്തണം. വേണ്ടടാ ചായ കുടിക്കണം. അപ്പോൾ നമ്മൾ ചായ കടയിൽ എത്തിയിരിക്കുകയാണ്. ബിരിയാണി കടയിൽ. ബിരിയാണി കടയിൽ ചായ കുടി. ലൈറ്റോ സ്ട്രോങ്ങോ ഏതായാലും മതി. ലൈറ്റ് 2 ലൈറ്റാ. ചായ എൻ്റെ 500 രൂപ തന്നേക്കുന്നു. ഇത് എങ്ങനെയാടാ ഇതിൻ്റെ ചേഞ്ച്? ആണോ? 2 ചായ ഒരു പഴംപൊഴി. അല്ല പറഞ്ഞു ഞാൻ എടുത്തില്ല. ഞാൻ പറഞ്ഞില്ലേ ചില്ലർ കാണാൻ. ഒന്ന് നോക്കാമോ? നമ്മൾ 2 അവിടെ എന്തൊരു കട്ടൻ ചായ ഇല്ലേ? കട്ടനല്ല ചായ. അപ്പോൾ 2 പാൽ ചായ കുടിച്ചു. പിന്നെ ഇവൻ ആണെങ്കിൽ ഒരു പഴംപൊഴി കഴിച്ചു. ഇവൻ ഞാൻ പറഞ്ഞു പഴംപൊഴി കഴിക്കേണ്ടത്. ഇവ മാത്രം കഴിച്ചു, ഞാൻ കഴിച്ചില്ല. അപ്പോൾ അവൻ പൈസ കൊടുക്കേണ്ട സമയമായില്ല. അത്ര 30 രൂപയായി. അപ്പോൾ കൊടുക്കാൻ നേരത്തെ ഇവൻ 500 രൂപയാണ് എടുത്തത്. ഞാൻ പറഞ്ഞു എന്തായാലും അവിടെ 500 രൂപ ചേഞ്ച് കാണില്ല, ചെറിയ കടയില്ലേ. അപ്പോൾ ഇവൻ പറഞ്ഞല്ല കുഴപ്പമില്ലാതെ നീ കൊടുത്തോന്നു 500 രൂപ കൊണ്ടു കൊടുത്തപ്പോൾ പുള്ളി പറയുന്നത് എൻ്റെ അടുത്ത് 500 രൂപ ചേഞ്ച് ഇല്ലടാ 30 രൂപ ഇല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല മാമ 500 രൂപയേ ഉള്ളൂ. അപ്പോൾ മാമ പറയുന്നു എടാ ഇല്ലടാ എന്ന്. അപ്പോൾ അമ്മമാരെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നീ എന്തിനു ഞാൻ വീട്ടിൽ പോകണ്ടേ? അപ്പോൾ 30 രൂപ ഞാൻ വിളിച്ച് പറഞ്ഞു. എൻ്റെ അക്കൗണ്ട് നോക്കിയപ്പോൾ 27 രൂപ ഉണ്ടായിരുന്നു, 3 രൂപ കുറവ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇവൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ട് 30 പൈസ, 1 രൂപ പോലും ഇല്ല. കയ്യിലും ഇല്ല 500 രൂപ. കയ്യിലുണ്ട്, ബാങ്കിലില്ല. എത്ര 30 പൈസ, 1 രൂപ പോലും ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു കാറിൽ ഒരു റിച്ച് പാർട്ടി ഇറങ്ങി അവിടെ. ഞാൻ വിചാരിച്ചു കയ്യിൽ പൈസ കാണില്ല, ഫോൺ പേയിലൊക്കെ കാണുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ചേട്ടന് 500 രൂപ കൊടുത്ത് ആ ചേട്ടാണെങ്കിൽ നമ്മൾ ഫോൺ പേ ചെയ്തു. ഫോൺ പേ ഗൂഗിൾ പേ രണ്ടൊന്നും തന്നെ എന്തെങ്കിലും ഒരു UPI ചെയ്ത് 500 രൂപ അയച്ചു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പൈസ അയച്ചത്. ഗൈസ് ഇവിടെ സുരേഷ് ഗോപിൻ്റെ നികേഷിനെ കണ്ട്. ഇവിടുത്തെ നികേഷിനെ കണ്ട് ഗൈസ്, കേരളൻ്റെ നികേഷ്, സുരേഷ് ഗോപിൻ്റെ നികേഷ്. എന്താ സുരേഷ് ഗോപിനെ അറിയോ? അടിക്കുമെന്തോ. സുരേഷ് ഗോപിനെ അറിയോടാ? അറിഞ്ഞൂടെന്നടാ.
സുരേഷ് ഗോപി നടന്നൂടെന്നു. ഇതാണ് ഇവിടത്തെ ഡക്ക്. ടൈമിങ് ഡക്ക് കണ്ടിട്ടുണ്ടോ ഗൈസ്? ഇതുവരെ നാടൻ ഡക്ക് കണ്ടിട്ടുണ്ടോ? സ്ഥിരം കാണുന്നല്ലേ. ചാർജ് ഇല്ലേ 39. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് കുറേ നേരമായി ഇവിടെ നിൽക്കുന്നുണ്ട്. ചുമ്മാ വ്ളോഗൊക്കെ എടുക്കാം. ചുമ്മാ ഇല്ല, കാര്യമായിട്ട് വ്ളോഗ് എടുക്കാം. ഞാൻ കരുത്തല്ല, ചെറുതായിട്ട് വെയിലത്തിന് സ്പീഡിൽ ഓട്ടിച്ചുണ്ട്. ഫുള്ള് പൊടിയായി ഫേസ്. ഇല്ലെങ്കിൽ വെളിയിൽ തന്നെ ഇരിക്കണം, എനിക്കറിയാമല്ലോ ഇത്ര ലുക്ക് ഉണ്ടെന്ന് എനിക്ക്. സൺസെറ്റ് കാണാൻ വേണ്ടി നിൽക്കുകയാണ് ഇവിടെ. സൺസെറ്റ് എവിടെ? അവിടെ സൺസെറ്റ് കഴിഞ്ഞിട്ടൊക്കെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഒരു അരമണിക്ക് ഇവിടെ ഇരുന്നിട്ട് പോകും നമ്മൾ. നോക്കാം, കാട്ടൊക്കെ കൊണ്ടിട്ട് പോകാം. ഓക്കെ ഗായ്സ്, മാമ പശുവിനെ വിളിക്കുന്നതാ. അങ്ങനെ കൂവുമ്പോൾ വരുമോ? കയറേണ്ട സമയമായി. അങ്ങനെ അതിന് കയറേണ്ട സമയമായി എന്ന് ഞാൻ പറയാൻ. ഓ, എങ്ങനെ? അതിന് അകത്തോട്ട് കയറേണ്ട സമയമായി എന്ന് ഞാൻ പറയാൻ. എങ്ങനെ മാമ വിളിച്ച? ഞാനാ ഒന്നുകൂടി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കയറാം. മാമ പക്ഷെ ഇവിടെയാണ് സ്ഥിരം. എക്സ്ക്യൂസ് മീ, ഈ സ്ഥലത്തെ പേരെന്തായിരുന്നു? And you guys looking so good. Thank you. Can you introduce yourself? My name is Kartika. Kartika, yours? I'm Parna. You? I'm Malavika. I'm Gauri. From? I'm from Trivandrum. All guys are from Trivandrum. Yeah. Once more, സ്ഥലത്തെ പേരെന്തായിരുന്നു? Punjikiri. പൂഞ്ചിക്കിരിയാണ് guys. ഞാൻ എപ്പോഴും മറന്നുകൊണ്ട് സ്ഥലത്തെ പേര് ഞാൻ മറന്നിരിക്കും. Where are you from? I'm from Nepal. Okay. So how's the place? Amazing. Okay. ഇന്നത്തേക്ക് ഇത്ര guys. പിന്നെ കാണാം. പിന്നെയല്ലേ നാളെ കാണാം. ബൈ. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യണം. Okay, don't forget to like share and subscribe. Thank you guys.